നമസ്കാരം കളികളെ, കാന്താരിസൻ ചാക്കോച്ചിയാണ് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു എഗ് ഫ്രൈഡ് റൈസ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ എല്ലാവരും കൂടി വന്നാൽ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വരാം. വാ. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിന് ആവശ്യമായ സാധനങ്ങൾ: ബസ്മതി റൈസ് 2 കിലോ, മുട്ട ഒരു 6 എണ്ണം, സൺഫ്ലവർ ഓയിൽ ഒരു 250 ml, ക്യാപ്സിക്കം 1, ഗാർലിക് ഒരു 6 എണ്ണം, ക്യാരറ്റ് 1, ക്യാബേജ് ഒരു ഫുള്ളിൻ്റെ പകുതി, പച്ചമുളക് ഒരു 8 എണ്ണം, സ്പ്രിംഗ് ഓനിയൻ നമുക്കൊരു 8 എണ്ണം, കുരുമുളക് പൊടി നമുക്ക് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ, ഷുഗർ 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി 2 കിലോ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ആ സമയം നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം, ഈ പച്ചമുളക് സാധനങ്ങൾ, ക്യാപ്സിക്കം എല്ലാം നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം. അതിന് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഒരുപാട് സ്ലൈസ് എടുത്ത് എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം. ബാക്കിയെല്ലാം അതിൽ ആ ഉള്ളിത്തണ്ട്, നമുക്ക് സ്പ്രിംഗ് ഓനിയൻ, നമുക്ക് അതിൻ്റെ ലീഫ് ഒരു പാത്രത്തിൽ ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം. അതിൻ്റെ താഴത്തെ വൈറ്റ് നമുക്ക് വേറെ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണേ. അതിനുശേഷം നമുക്ക് അരി എടുത്ത് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം. ഈ സമയം കഴുകി മാറ്റി വയ്ക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റിന് ശേഷം കഴുകി എടുത്ത് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കുതിർത്തി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വേവിച്ച് ഒരു 70-80% വേവായി കഴിയുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കണേ. അരി ഊറ്റി ആ റൈസ് എല്ലാം വിടർന്ന് കിടക്കണം. നന്നായിട്ടൊന്ന് തണുക്കുന്ന രീതിയിൽ ഇതിന് ചെയ്ത് നന്നായിട്ട് തണുപ്പിക്കണേ. അതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം നമുക്ക് റൈസ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. എണ്ണ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മുടെ മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മുട്ടേനൊന്ന് ചിക്കി എടുക്കണേ. എഗ്ഗ് നന്നായിട്ടൊന്ന് ചിക്കിയെടുത്ത് അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വീണ്ടും നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളിയും അതുപോലെ ക്യാരറ്റും, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ താഴത്തെ വശമുണ്ടല്ലോ വൈറ്റ് കളറിൽ, അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ക്യാപ്സിക്കം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് അല്പം കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാം. സോയാ സോസ്, ചില്ലി സോസും ആ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ റൈസ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ സോയാ സോസ് എല്ലാ സ്ഥലത്തും പിടിക്കണം റൈസിൻ്റെ. അപ്പോൾ ആ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറും സ്പ്രിംഗ് ഓനിയൻ്റെ ലീഫും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യും. കാരണം ആ സ്പ്രിംഗ് ഓനിയൻ്റെ ലീഫിൻ്റെ എസൻസൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി റൈസിലേക്ക്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ സമയം നമുക്ക് ഇളകിയതിന് ശേഷം നമുക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ കാണുമ്പോൾ നല്ല അടിപൊളിയല്ലേ, നല്ല സൂപ്പറാണ്. ഈ സമയത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ, നല്ല സ്മെല്ലും. അതിൻ്റെ ആ സ്പ്രിംഗ് ഓനിയൻ്റെ തണ്ട് നമുക്ക് ആ ലീഫ് ഒന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും അടച്ചു വയ്ക്കരുത്. കാരണം ഇതിൻ്റെ ആ സ്മെല്ലും മറ്റുള്ള എസൻസിൻ്റെ ഇതൊക്കെ നമുക്ക് വേർപ്പ് തട്ടി പോകാൻ പാടില്ല. അതുകൊണ്ട് മൂടി വയ്ക്കരുത്. അടച്ചു വയ്ക്കാതെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ആ സമയം വരയ്ക്കും ടാറ്റ ബൈ.